ഹായ് ഹലോ ഡിയേഴ്സ്, നമുക്ക് റെസിപ്പി വ്ളോഗ് കണ്ടാലോ? ഒരു പാസ്തൻ്റെ കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിസിറ്റിന് വന്ന സമയത്ത് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ഇന്ന് നമുക്ക് പാസ്ത ഉണ്ടാക്കാം. ഞാൻ ഇക്കാക്ക് സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് വലിയ വെള്ളമായിട്ട് എന്താക്കി പാസ്ത ഉണ്ടാക്കി വെച്ചു. എങ്ങനെ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുമല്ലോ, സാധാ മസാല കൂട്ടി മക്രോണി വേവിച്ചിട്ട് അങ്ങനെ ഇട്ടുണ്ടാക്കിയ. മൂപ്പേർക്കാണെങ്കിൽ അന്ന് ആൽഫ്രെഡോ പാസ്തയാണ് അത്ര വേണ്ടത്. അതാണ് മൂപ്പർ ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഈ എന്തിനാണ് ഉണ്ടാക്കിയത്, ഞാൻ വന്നിട്ട് ഉണ്ടാക്കില്ലായിരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഇത് വെച്ചിട്ടുണ്ടാക്കിയാലോ എന്ന് വെച്ച്. എനിക്ക് എരിവില്ലാത്തത് ഇഷ്ടമല്ലേ. ആൽഫ്രെഡോ പാസ്ത പറയുമ്പോൾ ഇറ്റാലിയൻ ഡിഷാണല്ലോ, അപ്പോൾ അതിന് എരിവും പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അതാണ് ഞാൻ വേഗം അത് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ മൂപ്പേർക്കാണെങ്കിൽ ഒന്ന് പാസ്ത തന്നെ ഉണ്ടാക്കണം, ആൽഫ്രെഡോ പാസ്ത തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ എന്താക്കി, ഇത് ഈ ഉണ്ടാക്കിയ മസാല വെച്ചിട്ട് ആൽഫ്രെഡോ പാസ്ത ഉണ്ടാക്കി. എന്ത് ടേസ്റ്റാണെന്നറിയാം. അതാകുമ്പോൾ എരിവും പുളിയും ഉണ്ട്, നമുക്കിഷ്ടമാകും. മൂപ്പർക്ക് ആൽഫ്രെഡോ പാസ്ത ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആൽഫ്രെഡോ പാസ്ത ഉണ്ടാക്കുമ്പോൾ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും പറയും കുഴപ്പമില്ല, ഒരു എരിവും പുളിയൊന്നും ഇല്ലാത്തൊരു സാധനമെന്ന്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എരിവും പുളിയും ഒക്കെ ഉണ്ടാവും. ഒറിഗാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട, ഈസി ആക്കിയിട്ട് ഉണ്ടാക്കാം. ആദ്യം മസാല ഉണ്ടാക്കാം കേട്ടോ. മസാല ഉള്ളിയും തക്കാളിയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം ഗരം മസാലയും ചിക്കൻ മസാല ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാൻ ലേശം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ സോസേജ് കൂടി ആഡ് ചെയ്തിരുന്നു കേട്ടോ. എടുത്തുണ്ടെങ്കിൽ സോസേജ് ആഡ് ചെയ്തോളി, അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ച് ചേർത്താലും മതി. സാധാ നമ്മൾ മസാല ചേർത്തിട്ട് പൊരിക്കില്ല, അതുപോലെ പൊരിച്ച് ചേർത്താലും മതി കേട്ടോ. അതിനുശേഷം വേറൊരു പാത്രത്തിൽ ഓയിലും ബട്ടറും ചേർത്ത് കൊടുത്തിട്ട് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ടീസ്പൂൺ മൈദയും ചേർത്ത് കുറച്ച് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ലേശം പാലൊഴിച്ച്, നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചാൽ മതി കേട്ടോ. പാലൊഴിച്ച് നല്ല ക്രീമായി ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പാസ്ത എല്ലാം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പാസ്ത അതുകൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയവർക്കും ചെറിയവർക്കും മക്കൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എന്നാൽ പിന്നെ ബായ്.